ഉണ്ണിക്കുട്ടി പൊന്മകളെ ഇതു ഗുരുവായൂരല്ലോ. കണ്ണിനു കണ്ണാം കണ്ണൻ വാഴും പൊന്നമ്പലമല്ലോ. വെറുമൊരു കോവിലല്ലിതു മോളെ, പെരുമയെഴും ക്ഷേത്രം. ആരാധകരുടെ ആധിക്യത്താൽ വലിയ മഹാക്ഷേത്രം, വലിയ മഹാക്ഷേത്രം. നാശത്തിങ്കൽ രക്ഷിച്ചിടും ആലയമതു കോവിൽ. വാതിൽ മാടം വലിയാനക്കൊട്ടിൽ വിളക്കുമാടം. സ്വർണ്ണ കൊടിമരം ഭഗവതി ക്ഷേത്രം ചിത്രാങ്കിതമാകും. കൂത്തമ്പലവും ചേർന്നാൽ വലിയൊരു കോവിൽ മഹാക്ഷേത്രം, കോവിൽ മഹാക്ഷേത്രം. സാക്ഷാൽ കരുണാമയനാം ഭഗവാൻ ഗുരുവായൂരപ്പൻ. വസുദേവ കൃഷ്ണ സങ്കൽപ്പത്തിൽ ഇവിടെ വസിക്കുന്നു. ദ്വാപരകാലം കഴിയും നേരം ദ്വാരകയിൽ നിന്നും ദേവകൾ ഗുരുവും വായുവുമൊന്നിച്ചിവിടെ പ്രതിഷ്ഠിച്ചു, ഇവിടെ പ്രതിഷ്ഠിച്ചു. പരമേശ്വരനുടെ നിർദ്ദേശത്താൽ വിശ്വകർമാവ് അഴകൊടു തീർത്തോരമ്പലമാണെന്നറിയൂ നീ മകളെ. അനുമതിയേകി മമ്മിയൂരിൽ മാറിയിരുന്നു ശിവൻ. ഉലകിതിലങ്ങനെ സങ്കടമാറ്റാൻ ഉളവായി പൊൻകതിരോൻ, ഉളവായി പൊൻകതിരോൻ.
ഗൃഹമിതാകെ ജീർണിച്ചപ്പോൾ പാണ്ഡ്യമഹാരാജൻ കൊല്ലമുരഞ്ഞൂറായി കാണും പുതുതായി പണി തീർത്തു. പിന്നെയൊരിക്കൽ അമ്പലമാകെ അഗ്നിക്കിരയായി. അന്നു പുതുക്കി പണിതു മോളെ അമ്പലമിതു വീണ്ടും, അമ്പലമിതു വീണ്ടും. അച്ഛാ അച്ഛാ വിഗ്രഹവും തീ പിടിച്ചില്ലേ? വേറെ വിഗ്രഹമാണോ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നു, ഇവിടെ ഇരിക്കുന്നു. ശ്രീകോവിലിലും വിഗ്രഹമിതിലും തീ പിടിച്ചില്ല. തീയെ സൃഷ്ടിച്ചവനെ എങ്ങാൻ തീ പിടിച്ചിടുമോ? കാളിന്തി നദി തീരത്തെ വനവന്നി ഹരിച്ചവനാം വാസുദേവൻ അത്ഭുത ശക്തി വർണ്ണിക്കാനെളുതോ, വർണ്ണിക്കാനെളുതോ. കിളിയല്ലതു ഞാൻ പറയാം വിഷ്ണുവാഹനമാ ഗരുഡൻ ഭഗവാനാണാ വിഗ്രഹം കണ്ടു തൊഴേണം നീ. മഞ്ജുളയൊത്തൊരു നാളിൽ രാവിൽ കൃഷ്ണനിരുന്നിവിടെ. അന്നു മുതൽക്കേ അറിവായാലിതു മഞ്ജുളാലെന്ന്, മഞ്ജുളാലെന്ന്. ദൂരെ കാണുവതെന്താണച്ച മഞ്ഞക്കമ്പാണോ? ഉണ്ണിക്കതിനുടെ മുകളിൽ കയറാൻ കൊതിയാകുന്നുണ്ടേ, കൊതിയാകുന്നുണ്ടേ. കൊടിമരമാണതു മകളെ സ്വർണ്ണ കൊടിമരമാണല്ലോ. അഴകോടതിൽ വെയിൽ തട്ടിയിടുമ്പോൾ പൊൻകതിരുതിരുന്നു. ഗരുഡാങ്കിതമാം സ്വർണ്ണധ്വജമതു ബലിക്കൽപ്പുര തന്റെ മുമ്പിൽ നിൽപ്പതു വെളിയിൽ നിന്നെ കണ്ണിൽ കാണാകും, കണ്ണിൽ കാണാകും. ചെമ്പൈ സംഗീതോത്സവമെന്ന് കേട്ടി
നഷ്ടപ്പെട്ടു സ്വരസാദമെന്നൊരു രോഗത്താൽ. കരുണാമയനുടെ കനിവിൽ ശബ്ദം തിരികെ ലഭിച്ചപ്പോൾ ആഞ്ഞത്തെ പോൽ ഗുരുവായൂരപ്പന്റെ ദാസനായി ചെമ്പൈ, ദാസനായി ചെമ്പൈ. അയ്യാ നല്ലൊരു കുളമാണല്ലോ, ഒന്നു കുളിച്ചാലോ. അച്ഛാ കണ്ടോ കാളിയ മർദ്ദന രൂപം വെള്ളത്തിൽ, രൂപം വെള്ളത്തിൽ. വെറുമൊരു കുളമല്ലല്ലോ ഉണ്ണി രുദ്രതീർത്ഥമിതേ, പുണ്യപുരാണ തീർത്ഥമിതിങ്കൽ സ്നാനം ചെയ്യണം. മമ്മിയൂർ വരെ നീണ്ടു കിടന്നൊരു പുണ്യതീർത്ഥമിത്. അനുഗ്രഹമേകി പ്രചേതസുക്കൾക്കീ കരയിൽ വിഷ്ണു, ഈ കരയിൽ വിഷ്ണു. കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ജയ ഗോവിന്ദ കൃഷ്ണ ജനാർദ്ദന വാസുദേവ പാഹി പുരാന്തക പാവനി മോചക നാരായണ നമോ നാരായണ. എന്താണച്ചാ കൊടിമരച്ചോട്ടിൽ വലിയൊരു പാത്രത്തിൽ കുട്ടികളെല്ലാം ചുറ്റിനുമുണ്ട്, ഞാനും പൊയ്ക്കോട്ടെ, ഞാനും പൊയ്ക്കോട്ടെ. ഉണ്ണി കണ്ടോ നീയതിൽ നിറയെ കുന്നി കുരുമണികൾ, കുട്ടികൾ വാരുന്നുണ്ടതുപോലെ നീയും വാരേണം. ഉന്മേഷത്താലുള്ളം നിറയും കുസൃതികളായിടാം, ഉല്ലാസത്തെ നുകരും കള്ള കണ്ണന്മാരാകാം, കണ്ണന്മാരാകാം. അച്ഛാ നമ്മൾക്കിനി കോവിലിനുള്ളിൽ കേറിയിടാം. മേൽപ്പത്തൂരെന്നെന്താ ഇവിടെ എഴുതിയിരിക്കുന്നു, എഴുതിയിരിക്കുന്നു. ഗുരുവായൂരെ കണ്ണൻ അഭിമുഖമിരുന്നു പണ്ടെഴുതി, നാരായണീയം മേൽപ്പത്തൂരിലെ ഭട്ടതിരിവിടെ. കെടാവിളക്കു കൊളുത്തിയതിന്നും കെടാതെ കണ്ടോളൂ, ശ്ലോകം കൊണ്ടർച്ചനകൾ ചെയ്തൊരു സന്നിധിയാണിവിടം, സന്നിധിയാണിവിടം. കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ജയ ഗോവിന്ദ കൃഷ്ണ ജനാർദ്ദന വാസുദേവ പാഹി പുരാന്തക പാവനി മോചക നാരായണ നമോ നാരായണ.
ചാർത്തുമണിഞ്ഞൊരു സുന്ദര ഗാത്രം തേജസ്വി പാതാളാഞ്ജന വിഗ്രഹമാണത് കണ്ടു തൊഴൂണ്ണി കോമള ദർശനം കരളു നിറയ്ക്കും കണ്ണു കുളിർപ്പിക്കും കണ്ണു കുളിർപ്പിക്കും എന്താണച്ഛാ വാകച്ചാർത്തിന്നച്ഛൻ പറയാമോ എപ്പോഴാണതു ചാർത്തുകയെന്നും അച്ഛൻ പറയാമോ അച്ഛൻ പറയാമോ നിർമാല്യത്തിനു ശേഷം പുലരും മുമ്പേ നല്ലെണ്ണ 6 നാഴി തിരുവുടലിങ്കൽ അഭിഷേകം ചെയ്യും വാകപ്പൊടിയിൽ കണ്ണൻ ബിംബം സർവാംഗം പൊതിയും വാകച്ചാർത്തൊരു നോക്കു തൊഴാനായെത്തും ദേവകളും എത്തും ദേവകളും കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ജയ ഗോവിന്ദ കൃഷ്ണ ജനാർദ്ദന വാസുദേവ പാഹി പുരാന്തക പാപവിമോചക നാരായണ നമോ നാരായണ എപ്പോഴും ഇങ്ങനെയാണോ കണ്ണൻ പാകപ്പൊടി ചൂടി എന്തൊരു ചേലാണയ്യാ കണ്ടൻ കൊതി തീരുന്നില്ല കൊതി തീരുന്നില്ല വാകച്ചാർത്തു കഴിഞ്ഞാൽ പിന്നെ അഭിഷേകം ശംഖം ഗുരുവായൂരിൽ വാഴും കണ്ണൻ ബാലാലങ്കാരം കണ്ണിനൊരുത്സവമാകും ദർശനം 12 നിർമാല്യം മുതൽ തൃപ്പുകയോളം തൊഴുതാലതു പുണ്യം തൊഴുതാലതു പുണ്യം കണ്ണാ കണ്ണാ കാറൊളി വർണ്ണ ഗുരുവായൂരപ്പാ കാത്തരുളേണി കണ്ണനാ മുന്നി ഗുരുവായൂരപ്പാ ഗുരുവായൂരപ്പാ ഉണ്ണിക്കുട്ടി അങ്ങനെ നന്നായി പ്രാർത്ഥിക്കുമോളേ നിന്നുടെ ഉള്ളിൽ നന്മ വരാനായി വരമേകും കണ്ണൻ ഈരേഴുലകിനും അധിപതിയാകും ഗുരുവായൂരപ്പൻ്റെ വിസ്മയമേകും കഥകൾ നിനക്കു പറഞ്ഞു തരാമച്ഛൻ പറഞ്ഞു തരാമച്ഛൻ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ജയ ഗോവിന്ദ കൃഷ്ണ ജനാർദ്ദന വാസുദേവ പാഹി പുരാന്തക പാപവിമോചക നാരായണ നമോ നാരായണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ജയ ഗോവിന്ദ കൃഷ്ണ ജനാർദ്ദന വാസുദേവ പാഹി പുരാന്തക പാപവിമോചക
ഗുരുവായൂരപ്പന്റെ കഥകൾ എനിക്കച്ഛനൊന്നു പറഞ്ഞു തരാമോ? കഥ കേൾക്കാൻ ഉണ്ണിക്ക് കൊതിയാകുന്നുണ്ടേ, വേഗം പറഞ്ഞു തരൂ. ഉണ്ണിക്കിടാവിനിന്നെല്ലാ കഥകളും അച്ഛൻ പറഞ്ഞു തരാം. നെന്മിനി ഇല്ലത്തെ ഉണ്ണി നമ്പൂരി തൻ കഥയാദ്യം പറയാം. ഇല്ലത്തെ കാരണൊരാളി വിടുത്തെ മേൽശാന്തിയായിരുന്നു. മേൽശാന്തി ദൂരെയൊരിടത്തു പോയപ്പോൾ ഉണ്ണിയെ ശാന്തിയാക്കി. ഉണ്ണിക്കറിയുമോ പൂജകൾ ചെയ്യാൻ? അത് വലിയ കുട്ടിയാണോ? ആ കഥ കേൾക്കാൻ ആഗ്രഹമുണ്ടേ, അച്ഛൻ പറഞ്ഞു തരൂ. ഉണ്ണി നമ്പൂതിരി നിന്നെ പോലൊരു കുട്ടിയാണെന്നാലും പൂജകൾ ചെയ്യുന്നതൊക്കെ പഠിച്ചവനാണെന്നറിഞ്ഞിടണം. അഭിഷേകം ചെയ്തുണ്ണി ബിംബത്തിൽ പിന്നെ ബാലാലങ്കാരങ്ങളും നൈവേദ്യച്ചോറു മുമ്പിൽ വിളമ്പി വച്ചന്നു വിതുമ്പിയുണ്ണി. കൃഷ്ണ ഹരി നമോ കൃഷ്ണ ഹരി നമോ ഗുരുവായൂരപ്പ നമോ. കാത്തരുളിടമേ ഞങ്ങളെ നിത്യവും ശ്രീ ഗുരുവായൂരപ്പ. കൃഷ്ണ ഹരി നമോ കൃഷ്ണ ഹരി നമോ ഗുരുവായൂരപ്പ നമോ. കാത്തരുളിടമേ ഞങ്ങളെ നിത്യവും ശ്രീ ഗുരുവായൂരപ്പ. ഉണ്ണി വീതുമ്പിയതെന്തിനാണച്ഛ? പൂജ പിഴച്ചുപോയോ? നൈവേദ്യച്ചോറില് വല്ലതും വീണോ? ഉണ്ണി കരഞ്ഞതെന്തേ? ഗുരുവായൂരപ്പൻ മുമ്പിൽ വിളമ്പിയ നൈവേദ്യച്ചോറുമുണ്ണും ഉണ്ണി നമ്പൂതിരി അങ്ങനെ എന്തോ കരുതിയിരുന്നുവത്രേ. കണ്ണൻ നിവേദ്യച്ചോറുണ്ണാതിരുന്നപ്പോൾ ഉണ്ണി പരിഭ്രമിച്ചു. കെഞ്ചിപ്പറഞ്ഞിട്ടും യാചന ചെയ്തിട്ടും കണ്ണൻ വഴങ്ങിയില്ല. അയ്യോ കഷ്ടം, ഉണ്ണി നമ്പൂതിരി പിന്നെന്തു ചെയ്തു വച്ചാ? ഗുരുവായൂരപ്പൻ എന്തിനെന്നുണ്ണിയെ കഷ്ടപ്പെടുത്തിയച്ചാ? ചോറിനു കറികൾ ഇല്ലഞ്ഞിട്ടാണെന്നു കരുതിയൊരുണ്ണിയപ്പോൾ ഇല്ലത്തു ചെന്നുപ്പുമാങ്ങയും സംഭാരം പെട്ടെന്നു കൊണ്ടുവന്നു. എന്നിട്ടുമുണ്ണാതിരുന്നൊരു കണ്ണനെ പ്രാർത്ഥന കൊണ്ടുമൂടി. അച്ഛൻ വരുമ്പോഴേ തല്ലു ലഭിക്കുമെന്നോർത്തു കരഞ്ഞിതുണ്ണി. കൃഷ്ണ ഹരി നമോ കൃഷ്ണ ഹരി നമോ ഗുരുവായൂരപ്പ നമോ. കാത്തരുളിടമേ ഞങ്ങളെ നിത്യവും ശ്രീ ഗുരുവായൂരപ്പ. കൃഷ്ണ ഹരി നമോ കൃഷ്ണ ഹരി നമോ ഗുരുവായൂരപ്പ നമോ. കാത്തരുളിടമേ ഞങ്ങളെ നിത്യവും ശ്രീ ഗുരുവായൂരപ്പ. പാവമാമുണ്ണിയെ രക്ഷിച്ചതില്ലേ ശ്രീ ഗുരുവായൂരപ്പൻ? അച്ഛൻ നമ്പൂതിരി വന്നപ്പോൾ ഉണ്ണി ഒത്തിരി തല്ലുകൊണ്ടോ? ഗുരുവായൂരപ്പൻ കരുണാമയനാണെന്നുണ്ണി അറിഞ്ഞിടണം. ഒക്കെ പരീക്ഷണമായിരുന്നപ്പോഴേ പ്രത്യക്ഷനായി കണ്ണൻ. നൈവേദ്യച്ചോറു മുഴുവനുമുണ്ടിട്ട് കണ്ണൻ മറഞ്ഞെങ്കിലും ഉണ്ണിക്കടി കൊള്ളാൻ കാരണമായത് അച്ഛൻ വന്ന നേരം. എന്തിനാണുണ്ണിയെ അച്ഛൻ നമ്പൂതിരി തല്ലിയതെന്തിനാണ്? ചോറു മുഴുവനും ഉണ്ടതിനാണോ? ഉണ്ടതു കണ്ണനല്ലേ? ഉണ്ടതു കണ്ണനാണെങ്കിലും ഉണ്ണിയാണെന്നു കരുതി അച്ഛൻ തല്ലാനൊരുങ്ങവേ ശ്രീകോവിലിൽ നിന്നു പൊങ്ങിയ ശരീരി. ഉണ്ടതു ഞാനാണ്, ഉണ്ണിയെ തല്ലല്ലേ ഗുരുവായൂരപ്പനോദി. ആശ്രിത വത്സലൻ രക്ഷിച്ചിതുണ്ണിയെ കുറൂരമ്മയെപ്പോൽ. കൃഷ്ണ ഹരി നമോ കൃഷ്ണ ഹരി നമോ ഗുരുവായൂരപ്പ നമോ. കാത്തരുളിടമേ ഞങ്ങളെ നിത്യവും ശ്രീ ഗുരുവായൂരപ്പ. കൃഷ്ണ ഹരി നമോ കൃഷ്ണ ഹരി നമോ ഗുരുവായൂരപ്പ നമോ.
ആരാണച്ച കുറൂരമ്മ കണ്ണന്റെ അമ്മയാണോ? ആയമ്മ കണ്ണനെ സ്നേഹിച്ചിരുന്നോ തൻ മകനെ പോലെ? ബാല്യത്തിൽ വൈധവ്യം വന്ന കുറൂരിലെ അന്തർജനം ഗൗരി അത്യന്ത ഭക്തയായി ഗുരുവായൂരപ്പനെ തന്മകനായി കരുതി. വെണ്ണയും പാലും കഴിക്കുവാൻ കണ്ണനായില്ലത്തു ചെല്ലുമല്ലോ. ശ്രീവില്വമംഗലം സ്വാമിയെപ്പോൽ കുറൂരമ്മയ്ക്കും കാണുമാറായി. ആരാണച്ച ശ്രീവില്വമംഗലം അയ്യപ്പ സ്വാമിയാണോ? പറയണമെന്നോട സ്വാമിയെ പറ്റിയും എന്റെ പൊന്നച്ഛനല്ലേ. ശ്രീവില്വമംഗലം ഏറെ പ്രശസ്തനാം സ്വാമിയാരായിരുന്നു. സ്വാമികൾ ദൈവത്തെ നേർക്കുനേർ കാണുന്ന ഭാഗ്യവാനായിരുന്നു. ശ്രീകൃഷ്ണ കർണാമൃതമെന്ന കാവ്യത്തിൻ കർത്താവുമായിരുന്നു. പൂന്താനത്തെ പോലെ ഗുരുവായൂരപ്പന്റെ ഭക്തനുമായിരുന്നു. കൃഷ്ണ ഹരി നമോ കൃഷ്ണ ഹരി നമോ ഗുരുവായൂരപ്പ നമോ. കാത്തരുളിടമേ ഞങ്ങളെ നിത്യവും ശ്രീ ഗുരുവായൂരപ്പ. കൃഷ്ണ ഹരി നമോ കൃഷ്ണ ഹരി നമോ ഗുരുവായൂരപ്പ നമോ. കാത്തരുളിടമേ ഞങ്ങളെ നിത്യവും ശ്രീ ഗുരുവായൂരപ്പ. പൂന്താനമാരാണ് സ്വാമി ആരാണോ ഉണ്ണിക്കറിയണം. ചുറ്റമ്പലത്തിലെ പ്രതിമയ്ക്കു താഴെ പൂന്താനമെന്നു കണ്ടു. സ്വാമിയാരല്ല പൂന്താനം നമ്പൂരി ഭക്തകവിയല്ലോ. ഗുരുവായൂരപ്പനു പ്രിയങ്കരനാക്കിയ ഭാഗവതോത്തമൻ താൻ. ജ്ഞാനപ്പാന രചിച്ചു പൂന്താനം എത്രയും സരളമായി. ഉടലോടെ വൈകുണ്ഠം പൂകിയ പൂന്താനം പുണ്യവാനായ ഭക്തൻ. പൂന്താനത്തോടുള്ള കണ്ണന്റെ സ്നേഹം ഒത്തിരിയായിരുന്നു. അച്ഛനറിയാമോ ആ കഥയൊന്നിനി ഉണ്ണിക്കു ചൊല്ലിത്തരൂ. തിങ്കൾ തൊഴിലിനു പൂന്താനം ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കു പോകേ. കൊള്ളക്കാർ വഴിയിൽ തടഞ്ഞങ്ങു നിർത്തിയ ഭാണ്ഡം പിടിച്ചു വാങ്ങി. കരവാളുമായപ്പോൾ ശ്രീകൃഷ്ണൻ വന്നു മങ്ങാട്ടച്ഛനായി. സമ്മാനമായെന്നു നൽകിയ മോതിരം ബിംബത്തിൽ കണ്ടു. പിന്നെ കൃഷ്ണ ഹരി നമോ കൃഷ്ണ ഹരി നമോ ഗുരുവായൂരപ്പ നമോ. കാത്തരുളിടമേ ഞങ്ങളെ നിത്യവും ശ്രീ ഗുരുവായൂരപ്പ. കൃഷ്ണ ഹരി നമോ കൃഷ്ണ ഹരി നമോ ഗുരുവായൂരപ്പ നമോ. കാത്തരുളിടമേ ഞങ്ങളെ നിത്യവും ശ്രീ ഗുരുവായൂരപ്പ. എന്താണച്ചാ കാണുന്നത്? അമ്പലമാണോ അച്ഛാ? അതിനുള്ളിലുള്ളൊരു വിഗ്രഹമേതെന്നും അച്ഛനറിയാമോ? അമ്പലമല്ലിതു കൂത്തമ്പലമാണെന്നറിയണം പൊന്നുമോളെ. ഉത്സവകാലത്ത് ചാക്യാർ കൂത്ത് ഇവിടെ നടത്തിടുന്നു. പാരായണം ചെയ്യും നാരായണീയം ശ്രീ മഹാഭാഗവതം. വിഷ്ണു സഹസ്രനാമങ്ങൾ ജപിക്കലും ഇതിനുള്ളിൽ വെച്ചു തന്നെ. ഏതാണച്ചാ തെക്കുപുറത്ത് കാണുമി തൃക്കോവിൽ? ആരാണി വീടുത്തെ ഈശ്വരനാരാണൊന്നു പറഞ്ഞു തരൂ. കർപ്പൂരപ്രിയനാണിതു മോളെ ശ്രീധർമ്മശാസ്താവ്. കൈകളും കൂപ്പിത്തൊഴുതു വണങ്ങുക കലിയുഗ ദൈവത്തെ. ശരണം വിളിച്ചുകൊണ്ടിവിടെ പ്രദക്ഷിണം ചെയ്യുകയാണെങ്കിൽ കിരണങ്ങൾ കനിവിന്റെ കിരണങ്ങൾ കൊണ്ടയ്യൻ കാത്തുരക്ഷിച്ചിടും. കൃഷ്ണ ഹരി നമോ കൃഷ്ണ ഹരി നമോ ഗുരുവായൂരപ്പ നമോ. കാത്തരുളിടമേ ഞങ്ങളെ നിത്യവും ശ്രീ ഗുരുവായൂരപ്പ. കൃഷ്ണ ഹരി നമോ കൃഷ്ണ ഹരി നമോ ഗുരുവായൂരപ്പ നമോ.
വന്നതെന്താ മുകളിലി ദ്വാരം വടക്കേ നടപ്പുരയിൽ മഴവെള്ളം വീഴില്ലേ അടയ്ക്കാത്തതിന്റെ അച്ഛനറിയാമോ? ശ്രീശങ്കരനാകും അദ്വൈതവാദിയാമാചാര്യർ അന്നൊരു നാൾ മാനത്തു കൂടി ഗമിക്കുമ്പോൾ കണ്ണനെ വന്ദിക്കാനിറങ്ങിയില്ല. ഉടനടി ശിക്ഷ കൊടുത്തു ശ്രീകൃഷ്ണൻ. ആചാര്യർ വീണു താഴെ. വീണൊരു ഭാഗം ഇതോർമ്മയ്ക്കായി ഇപ്പോഴും വിടവായി സൂക്ഷിക്കുന്നു. ഏതാണേതാണി ചെറുകോവിൽ, ആരുടെയാണീ കോവിൽ? കുങ്കുമമൊത്തിരി വീണു കിടപ്പുണ്ടേ, ദേവിയാണു അച്ഛാ? ഇടത്തരികത്തു കാവിൽ ഭഗവതി വാഴുന്ന കോവിലല്ലോ. ദേവിയെ നന്നായി പ്രാർത്ഥിച്ചു ദേവി തൻ നാമങ്ങൾ ചൊല്ലിടണം. കോവിലിൻ പിന്നിലായി നിന്നു നമുക്കിനി മമ്മിയൂരിൽ വാഴും മമ്മിയൂരപ്പനെ സങ്കല്പം ചെയ്തു ഭജിക്കണം ആദരേണ. കൃഷ്ണ ഹരി നമോ കൃഷ്ണ ഹരി നമോ ഗുരുവായൂരപ്പ നമോ. കാത്തരുളിടമേ ഞങ്ങളെ നിത്യവും ശ്രീ ഗുരുവായൂരപ്പ. കൃഷ്ണ ഹരി നമോ കൃഷ്ണ ഹരി നമോ ഗുരുവായൂരപ്പ നമോ. കാത്തരുളിടമേ ഞങ്ങളെ നിത്യവും ശ്രീ ഗുരുവായൂരപ്പ. ഗണപതി അമ്പലം എവിടെയോ കണ്ടു, ഞാൻ ഓർമ്മിക്കാനാവുന്നില്ല. ഉണ്ണിക്കുട്ടിക്കറിയുവാനായി ഒന്നു പറഞ്ഞു തരൂ. എന്താ മോളെ നീ മറന്നു പോയോ? നാലമ്പലത്തിനുള്ളിൽ സരസ്വതി അറയുടെ മുമ്പിലാണല്ലോ വിഘ്നേശൻ ഭഗവാൻ. ചന്ദനമൊക്കെ അരയ്ക്കും അറയുടെ ചാരത്തു കൂടെ പോകേ. ദേവനെ കണ്ടു വണങ്ങിയതൻ മകൾ മറന്നു പോയോ? ശരിയാണച്ച, മറന്നു പോയതിനെ തമിടുന്നു ഞാൻ. എന്താണച്ച കൃഷ്ണനാട്ടം, എപ്പോഴാണിയാട്ടം? തിരുനട പൂട്ടിക്കഴിഞ്ഞാൽ രാവിൽ കൃഷ്ണനാട്ടം തുടങ്ങും. കണ്ണനും കൂട്ടത്തിൽ കാണാനിരിപ്പുണ്ടെന്നാണു വിശ്വാസം. എല്ലാ ദിവസവും ഗുരുവായൂരപ്പനു വഴിപാടായി കൃഷ്ണനാട്ടം. ചൊവ്വാഴ്ച നാളിലൊഴികെ നടന്നിടുമെന്നറിയൂ മകളെ. കൃഷ്ണ ഹരി നമോ കൃഷ്ണ ഹരി നമോ ഗുരുവായൂരപ്പ നമോ. കാത്തരുളിടമേ ഞങ്ങളെ നിത്യവും ശ്രീ ഗുരുവായൂരപ്പ. കൃഷ്ണ ഹരി നമോ കൃഷ്ണ ഹരി നമോ ഗുരുവായൂരപ്പ നമോ. കാത്തരുളിടമേ ഞങ്ങളെ നിത്യവും ശ്രീ ഗുരുവായൂരപ്പ. നവകാഭിഷേകമെന്നാൽ എന്താണച്ചാ, ഒന്നു പറഞ്ഞു തരൂ. എപ്പോഴാണ് അഭിഷേകം ചെയ്യുന്നതെന്നും കേൾക്കാൻ കൊതിയുണ്ടേ. കാലത്തെ ശിവേലി ശേഷം നടക്കുന്നതാണു നവകമുണ്ണി. വെള്ളവും ഇളനീരും പശുവിന്റെ പാലും ആടിക്കഴിഞ്ഞ ശേഷം മന്ത്രത്താൽ 9 വെള്ളിക്കൂടത്തിലെ തീർത്ഥത്താൽ ചെയ്തിടുന്ന അഭിഷേകമാണി നവകമെന്നറിയുക എന്നുടെ പൊന്മകളെ. എന്താ തുലാസിൽ കയറുന്നതെല്ലാരും ഉണ്ണിക്കും കേറിയിടണം. തൂക്കം നോക്കുകയാണെങ്കിൽ എന്നുടെ തൂക്കവും നോക്കിയിടണം. അയ്യയ്യോ മോളെ, തുലാഭാരമാണത് ഗുരുവായൂരപ്പന്റെ. ഇഷ്ടവഴിപാടിലൊന്നാണ് അതിനെന്നും എന്തു തിരക്കാണ്. നേർച്ചകൾ നേർന്നവർ വന്നു വിധി പോലെ ചെയ്യുന്നതാണല്ലോ. ശർക്കര പഞ്ചാര എന്നിങ്ങനെ തുലാഭാരം പലതുണ്ട്. കൃഷ്ണ ഹരി നമോ കൃഷ്ണ ഹരി നമോ ഗുരുവായൂരപ്പ നമോ. കാത്തരുളിടമേ ഞങ്ങളെ നിത്യവും ശ്രീ ഗുരുവായൂരപ്പ. കൃഷ്ണ ഹരി നമോ കൃഷ്ണ ഹരി നമോ ഗുരുവായൂരപ്പ നമോ.
കേശവനാന പ്രതിമയെ കാണാൻ പോകണ്ടേ? അമ്മ പറഞ്ഞതു കാണണമെന്ന് അച്ഛനതോർമ്മയില്ലേ? ശ്രീവത്സമതിപുരയുടെ മുമ്പിൽ നാം എത്തി എൻ മകളെ. അമരപ്രഭുവിന്റെ പ്രതിമ നീ കണ്ടോ? അത്ഭുതം കൂടുന്നുണ്ടോ? അതിനടുത്തായിട്ടു ഗുരുവായൂർ കേശവൻ പ്രതിമ നീ കണ്ടോളൂ. ഏകാദശി നാളിൽ വൈകുണ്ഠം പൂകിയ കേശവൻ കൃഷ്ണപ്രിയൻ. ശ്രീ ഗുരുവായൂരിൽ ഉത്സവമെന്നാണ് അച്ഛനറിയാമോ? ഉണ്ണിക്കുട്ടിക്കു പറഞ്ഞു തരാമോ എന്റെ പൊന്നച്ഛനല്ലേ? കുംഭമാസത്തിലെ പൂയം നാളാണല്ലോ തൃക്കൊടിയേറ്റിവിടെ. ക്ഷേത്രത്തിൽ ആദ്യമായി കൊടിമരം പ്രതിഷ്ഠിച്ച നാളും ഇതു തന്നെ. 10 ദിവസങ്ങൾ ഉത്സവ നാളുകൾ, 10ാം നാൾ ആറാട്ട്. ആറാട്ടു ദർശിക്കും ഭക്തന്മാർക്കൊക്കെയും പുണ്യത്തിൽ നീരാട്ട്. കൃഷ്ണ ഹരി നമോ കൃഷ്ണ ഹരി നമോ ഗുരുവായൂരപ്പ നമോ. കാത്തരുളിടമേ ഞങ്ങളെ നിത്യവും ശ്രീ ഗുരുവായൂരപ്പ. കൃഷ്ണ ഹരി നമോ കൃഷ്ണ ഹരി നമോ ഗുരുവായൂരപ്പ നമോ. കാത്തരുളിടമേ ഞങ്ങളെ നിത്യവും ശ്രീ ഗുരുവായൂരപ്പ. എന്തൊക്കെ ആഘോഷമുണ്ടെന്റെ അച്ഛ ഉത്സവകാലത്ത്? എല്ലാം ചുരുക്കി പറഞ്ഞു തരാമോ? കേൾക്കാൻ കൊതിയുണ്ടേ. കൊടിയേറ്റു നാളില് ഉച്ച തിരിയുമ്പോൾ ആനയോട്ടം നടക്കും. മഞ്ജുളാൽ ഭാഗത്തു നമ്പലം തന്നിലേക്ക് ആനകളോടിയിടും. ക്ഷേത്രത്തിനുള്ളിൽ കടന്നു പ്രദക്ഷിണം 3 എണ്ണം വച്ചു. പിന്നെ ആദ്യമായി കൊടിമരം തൊട്ടിടും ആന ജയിച്ചു തിടമ്പേറ്റും. ആനകളോടുന്ന കാണാൻ എന്തൊരു ചേലായിരിക്കുമച്ചാ. ഉത്സവകാലത്ത് ഉണ്ണിക്കുമെന്നതു കാണാൻ കൊതിയുണ്ടേ. 9ാം ഉത്സവ നാളില് ദേവൻ പുറത്തെഴുന്നള്ളിടുമ്പോൾ പന്നി മാനുഷ വേഷങ്ങൾ കെട്ടി ഭക്തന്മാർ തയ്യാറാകും. പള്ളിവേട്ട നടക്കുകയാണപ്പോൾ ഭഗവാന്റെ അമ്പുകൊണ്ട് മുള്ളൻ പന്നി നിലത്തു വീഴുന്നതും കാണേണ്ട കാഴ്ചയല്ലോ. കൃഷ്ണ ഹരി നമോ കൃഷ്ണ ഹരി നമോ ഗുരുവായൂരപ്പ നമോ. കാത്തരുളിടമേ ഞങ്ങളെ നിത്യവും ശ്രീ ഗുരുവായൂരപ്പ. കൃഷ്ണ ഹരി നമോ കൃഷ്ണ ഹരി നമോ ഗുരുവായൂരപ്പ നമോ. കാത്തരുളിടമേ ഞങ്ങളെ നിത്യവും ശ്രീ ഗുരുവായൂരപ്പ. ഏകാദശി എന്നമ്മ പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ശ്രീ ഗുരുവായൂരിൽ ഏകാദശി എന്നാണെന്നു പറഞ്ഞു തരൂ. വൃശ്ചിക മാസത്തിലാണതു മോളെ വെളുത്ത പക്ഷത്തിൽ. ഉദ്ധാന ഏകാദശി എന്നും ഇതിന് പേരുണ്ടെന്നറിഞ്ഞിടണം. ശ്രീ ഗുരുവായൂർ ഏകാദശി നോറ്റാൽ ഐശ്വര്യം കൈവരിക്കും. ഭഗവാന്റെ പ്രീതിക്കു പാത്രമായി സമ്പത്തും നന്മയും ലഭ്യമാകും. എന്താണു വീട്ടിൽ പോകണ്ടേ? നമ്മൾ എങ്ങോട്ടു പോകുന്നു? ഗുരുവായൂരപ്പനെ കണ്ടു തൊഴുതില്ലേ പറയാമോ അച്ഛാ? മമ്മിയൂരമ്പലം തന്നിൽ തൊഴുതിട്ട് തിരുവെങ്കിടത്തു പോണം. തിരുവെങ്കിടം വാഴും ഭഗവതിയെ കണ്ട് കാൽക്കൽ നമസ്കരിക്കാം. പാർത്ഥന്റെ സാരഥി ക്ഷേത്രത്തിൽ കൂടി കയറി തൊഴേണം നാം. ഗുരുവായൂർ തീർത്ഥാടനത്തിന്റെ പുണ്യം മുഴുവൻ ലഭിച്ചിടുവാൻ. കൃഷ്ണ ഹരി നമോ കൃഷ്ണ